ആ സമയത്ത് ഖാജാ തങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു, എല്ലാവർക്കും സ്നേഹം നൽകി. അങ്ങനെയാണ്. പക്ഷെ അതും തെറ്റിദ്ധരിച്ചിട്ടാണ് ചിലരും എന്ന് വിചാരിച്ച് സ്നേഹണ്ടായ്മ നിസ്കരിക്കണം എന്നില്ല എന്ന് മനസ്സിലാക്കിയത്. ഖാജാ തങ്ങളുടെ പേരിൽ സൂഫി ബോർഡ് ഉണ്ടാക്കുന്ന കള്ളന്മാര് ഖാജാ തങ്ങളെ ഇബാദത്തിൽ കണിശതയുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഖാജാ തങ്ങളുടെ പേരിൽ അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസ്, അവിടുത്തെ പ്രകാശിതമായ പൂമുഖം കണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന ചരിത്രം. അവിടുത്തെ കറാമത്ത് ഇന്നും ലോകത്ത് പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖാജാ തങ്ങളുടെ പേരിലുള്ള ഒരു മജ്ലിസ് എന്ന് പറയുന്നത് അത് വെറുതെയാവില്ല. അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർദ്ദേശം കിട്ടിയിട്ട് ഖാജാ തങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ആളാണ്. അള്ളാന്റെ റസൂല ഖാജാ തങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയിൽ പോകണം, നിങ്ങൾ ഇന്ത്യയിൽ പോകണം, ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം അവിടെ എന്ന് മുത്തുനബി തങ്ങളെ നിർദ്ദേശം കിട്ടിയിട്ട് ഖാജാ തങ്ങൾ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യ ആര് ഭരിച്ചാലും, ഇന്ത്യ ആരൊക്കെ ഭരിച്ചാലും നമുക്കിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളുടെ മുന്നിലാണ് നമ്മളുള്ളത്, അല്ലേ? എന്തെല്ലാം വന്നു. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഒച്ചപ്പാടുകൾ ഇവിടെ ഉണ്ടായി. പക്ഷേ ഇന്നും പൗരത്വ നിയമം അല്പാൽപമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് SIR നടപടി എന്ന് പറയുന്നത്. SIR നടപടി എന്ന് പറയുന്നത് ഒരു വോട്ടിംഗ് സിസ്റ്റം മാത്രമല്ല, ഒരുത്തന്റെ പൗരത്വ പരിശോധന ഒളിച്ചു കടത്തുന്ന രീതിയാണത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, വോട്ടർ പട്ടികയിൽ പേര് പോയോ ഇല്ലേന്ന് അറിഞ്ഞപ്പോ ബേജാറോടുകൂടി നമ്മൾ, അല്ലേ, നമ്മൾ നെട്ടോട്ടോടുകയാണ്. അല്ലെങ്കിൽ പൗരത്വം എന്റേത് നഷ്ടപ്പെടും എന്നുള്ള ബേജാർ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കേണ്ടത് ഇവിടെയല്ല, അവൻ ജീവിക്കേണ്ടത് പരലോകത്താണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഒരു വിശ്വാസിക്ക് മുത്തുനബി തങ്ങളുടെ നിർദ്ദേശമുണ്ട്. അന്ത്യനാളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ കയ്യിൽ തീക്കട്ട പിടിച്ച സമാന രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാലം പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്കെന്താ SIR-ലുള്ളത്? പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് വിചാരിച്ച് ബേജാറാകാൻ പറ്റുമോ? അത് വിചാരിച്ച് നമുക്ക് അറ്റാക്ക് വരേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആലോചിക്കുക, മുത്തുനബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ കാലത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളെങ്കിൽ ഈമാൻ സലാമത്താവാൻ ആവശ്യമായ കരുതലുകളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിന്റെ കാലത്തൂടെ നമ്മൾ പോകേണ്ടി വരും, പീഡനങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രതീക്ഷ ഉള്ളത് ഖാജാ തങ്ങളില്ല. സുൽത്താനുൽ ഹിന്ദാണ്. ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരായിക്കോട്ടെ, ഇന്ത്യന്റെ രാഷ്ട്രപതി ആരായിക്കോട്ടെ, സുൽത്താനുൽ ഹിന്ദാണ് ഖാജാ തങ്ങളെങ്കിൽ ഇൻഷാ അല്ലാഹ് ഖാജാ തങ്ങളെ കറാമത്ത് ഇന്ത്യയിൽ പുലർന്നിരിക്കും. അതിനെന്ത് ചെയ്യണോ? ഖാജാ തങ്ങളെ അനുസ്മരിക്കുന്ന ഇത്തരം വേദികൾ നല്ല രീതിയിൽ നടക്കട്ടെ. ഖാജാ തങ്ങൾ പഠിപ്പിച്ച ആശയവും ആദർശവും നടക്കട്ടെ. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പാവങ്ങളെ ചേർത്ത് പിടിച്ചു. ഇൻഷാ അല്ലാഹ് അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ദർസിലേക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല അതെല്ലാം കബൂലാക്കി തരട്ടെ. അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.